ഹായ് ഹലോ ഒരുവണ്ണ അസ്സലാമലൈക്കും. ഈ തുറക്കുന്ന പൊതി ഞാൻ സ്കൂളിൽ വെച്ച് തുറക്കാനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച സ്കൂളിൽ പൊതിച്ചോറ് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ച് തലേ ദിവസമേ പ്ലാനിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അന്ന് രാവിലെ തന്നെ ഇവിടെ മഴയായിട്ട് അവധിയൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ പിന്നെ ഈ പൊതിച്ചോറ് നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മച്ചി ഇതേ ഇവിടെ പൊതിച്ചോറ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോറ് ഇവിടെ അസംബിളായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് ഉണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്, പിന്നെ ഇതൊരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അങ്ങനെ കോവയ്ക്ക നീളത്തിന് തന്നെ ഫ്രൈ ഉണ്ട്. അങ്ങനെ കോവയ്ക്ക വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വെക്കുന്നത് നമ്മുടെ മീൻ വറുത്തതാണ്. മീൻ വറുത്തതും മുട്ട വറുത്തതൊക്കെ ഇല്ലാതെ എന്ത് പൊതിച്ചോറ്, അങ്ങനെ അത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാ കറികളും അസംബിളായിട്ടുണ്ട്. ഇനി നമ്മളിത് അങ്ങനെ പൊതിഞ്ഞ് സെറ്റാക്കി ഒരു പൊതി കെട്ടി അങ്ങ് വയ്ക്കുക. പ്രൊഫഷണൽസ് പൊതിയുന്നത് പോലെ എൻ്റെ അമ്മച്ചി എല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഈ ഒരു പൊതിച്ചോറിൻ്റെ കൂടെ മിസ്സാവുന്നൊരു സംഭവമാണ് നമ്മുടെ മോര്. അപ്പോൾ അതും കൂടെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മുടെ 4 പൊതികൾ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4 പേർക്കുള്ള ഒരു പൊതിച്ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മോരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അത്ര ക്ഷമയൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറച്ച് സമയത്തിന് ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല അടിപൊളി പൊതിച്ചോറ് ഇങ്ങനെ തുറക്കുക, അതിനിങ്ങനെ കുഴച്ചങ്ങ് കഴിക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം? ഇതങ്ങ് കുഴച്ച് കൂട്ടി അങ്ങ് കഴിക്കുക, അത്ര തന്നെ അല്ലേ. ഏത് ചിക്കൻ കറിക്കും മീൻ കറിക്കൊക്കെ തരാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഫീൽ നമുക്ക് ഇങ്ങനത്തെ കറികൾക്ക് മൊത്തം കൂടെ വരുമ്പോൾ തരാൻ കഴിയുമല്ലേ. അങ്ങനെ പിന്നെ അടിപൊളി പൊതിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷമൊന്നുമില്ല, പൊതിച്ചോറ് കഴിച്ചു, പിന്നെ ഈ ഇല മടക്കി കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.